ഹലോ എവ്രി വൺ. ഈറ്റുമനയിലെ യക്ഷി എന്ന കഥയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ഉണ്ണിയും വർഗീസും ഈറ്റുമനയിലേക്ക് എത്തിക്കഴിഞ്ഞു. വർഗീസ് ആ ഗേറ്റ് വലിയ ശബ്ദത്തിൽ മലർക്കെ തുറന്നു. കാട് പിടിച്ച് കിടക്കുന്ന പരിസരം കടന്ന് അവർ രണ്ടുപേരും ഇല്ലത്തേക്ക് നടന്നു ചെന്നു. മുറ്റം നിറയെ പലതരം പുല്ലുകളും മരങ്ങളും വളരാൻ തുടങ്ങിയിരിക്കുന്നു. ഇല്ലം വലിയൊരു കൂറ്റൻ ഇരുനില കെട്ടിടമാണ്. മുകൾ വശം ഓടുമേഞ്ഞ ഒരു പഴയ വലിയ തറവാട് വീട്. ഉണ്ണിയുടെ മനസ്സിൽ 1000 സംശയങ്ങൾ ഉയർന്നു. അവൻ്റെ മുഖം വളഞ്ഞുകൂടി. ഇതേത് സ്ഥലം? ഏതോ ഒരു പ്രേതാലയം പോലെ തോന്നിക്കുന്ന ഈ സ്ഥലമാണോ കാർത്തി ഏതോ നിധിയെന്ന് പറഞ്ഞ് വാങ്ങാൻ പോകുന്നത്? വർഗീസ് അവന് മുൻപിലായി കയറി നടന്നു. ഉണ്ണി, ഇവിടെ ആൾതാമസമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതാണിങ്ങനെ അലങ്കോലമായി കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് എല്ലാം ഒന്ന് പുതുക്കി മിനുക്കിയെടുക്കാം. അയാളൊന്ന് അവനെ തിരിഞ്ഞു നോക്കി. വന്ന സമയത്തെ ഉത്സാഹമൊന്നും ഇപ്പോൾ ചെക്കൻ്റെ മുഖത്ത് കാണാനില്ല. വർഗീസിന് ഉള്ളിൽ ചിരി വന്നു. പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വച്ചാൽ, ഇവിടെ യക്ഷിയുണ്ടെന്ന നാട്ടിൽ പൊതുവെ സംസാരം. അതുകൊണ്ടാണ് നാട്ടിൽ നിന്നാരും ഇല്ലം വാങ്ങാൻ തയ്യാറാവാത്തത്. നിങ്ങളൊക്കെ പട്ടണ പരിഷ്കാരികളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല അല്ലേ? അയാൾ അവനെ അർത്ഥം വച്ചൊന്ന് നോക്കി. യക്ഷിക്കഥ കേട്ടപ്പോൾ ഉണ്ണി കൗതുകത്തോടെ വീണ്ടും വർഗീസിനെ ഒന്ന് നോക്കി. യക്ഷി ഇവിടെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അവൻ അല്പമൊരു തമാശയോടെ ചോദിച്ചു. പിന്നല്ലാതെ, ഈ ഇല്ലത്തെ 4 പുരുഷന്മാരെയും യക്ഷി കൊലപ്പെടുത്തിയതാ. ഇനി ഈ കുടുംബത്ത് ബാക്കിയുള്ളത് ആ രാഗിണി തമ്പുരാട്ടി മാത്രമാണ്. അവർക്ക് മാത്രം ഇവിടെ താമസിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാ ഇത് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. ഉണ്ണിക്ക് അയാൾ പറഞ്ഞതെന്തോ അത്രയ്ക്കങ്ങോട്ട് വിശ്വാസം വന്നില്ല. എൻ്റെ പൊന്നു വർഗീസേട്ടാ, നിങ്ങളില്ലാ കഥ പറയാതിരിക്കെ. അവൻ അതത്ര കാര്യമായി എടുത്തില്ല. വൈകിട്ട് തൻ്റെ ഹോട്ടൽ മുറിയിലിരുന്ന ഉണ്ണി ഒരു കപ്പ് കാപ്പി തൻ്റെ കയ്യിലേക്കെടുത്തു. നല്ല കടുപ്പം. അവൻ ടേബിളിലിരിക്കുന്ന ഫോൺ എടുത്ത് കാർത്തിക്കിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മറുതലക്കൽ ആദ്യം ഫോൺ എടുത്തത് യമുന തന്നെയായിരുന്നു. ഹായ് ഉണ്ണി, കാർത്തി ഫുഡ് വാങ്ങാൻ പോയിരിക്കുക. ഫോൺ അടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാ. അവൾ ഉണ്ണിയോട് അല്പസമയം സംസാരിച്ചു കൊണ്ടിരുന്നു. ഉണ്ണി, കാർത്തി വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. അവൾ ഫോൺ അവൻ്റെ നേരെ നീട്ടി. എൻ്റെ കാർത്തി, ഈ കാട്ടുമൂലയിൽ വന്ന് ഈ സ്ഥലവും വീടും വാങ്ങാൻ നിനക്ക് തലയ്ക്ക് ഓളമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഒരു ഓണം കയറാ മൂല. പോരാത്തതിന് ഇവിടെ നിറയെ യക്ഷികളും പാമ്പും പഴുതാരയും. കാട് പിടിച്ച് കിടക്കുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം. ഇത് നമുക്ക് വേണ്ട കാർത്തി. കാർത്തിക് ഉണ്ണിയുടെ സംസാരമെല്ലാം ശ്രദ്ധയോടെ കേട്ടുനിന്നു. ശേഷം ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഉണ്ണി, യക്ഷിയെന്ന് കേട്ടപ്പോൾ നീ പേടിച്ചോ? സാരമില്ല, ഞാൻ ആൻ്റണിയെ കൂടി അവിടേക്ക് പറഞ്ഞു വിടാം. നിനക്ക് പേടിയുണ്ടെങ്കിൽ ഇനി ആൻ്റണി വന്ന ശേഷം നീ അവിടേക്ക് പോയാൽ മതി. ഏതായാലും ഞാൻ ഈ ഉദ്ദേശത്തിൽ നിന്നും പിന്മാറാൻ പോകുന്നില്ല. കാർത്തിയുടെ തീരുമാനം ഉറച്ചതാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി. അവൻ ആൻ്റണി വന്ന ശേഷം വർഗീസിനോട് വിലയും കച്ചവടവുമെല്ലാം സംസാരിക്കാമെന്നുറപ്പിച്ച് ആൻ്റണി വരാനായി കാത്തിരുന്നു. രാവിലെ എയർപോർട്ടിൽ ചെന്ന് ആൻ്റണിയെയും കൂട്ടി റൂമിലേക്ക് വരികയായിരുന്നു ഉണ്ണി. താൻ ആ ഇല്ലം പോയി കണ്ടോടാ? ആൻ്റണി ഉണ്ണിയെ നോക്കി. കണ്ടു. ആകെ കാട് കയറി കിടക്കുകയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. വാങ്ങണ്ടെന്ന് ഞാൻ കാർത്തിയോട് ഒരുപാട് വട്ടം പറഞ്ഞു. പക്ഷേ അവനെന്തോ നിർബന്ധം. ഉണ്ണി ഡ്രൈവിങ്ങിനിടെ പറഞ്ഞുകൊണ്ടിരുന്നു. അവനിത് വാങ്ങണമെന്ന് നിർബന്ധം. ജനിച്ചു വളർന്ന നാടിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട്. ആൻ്റണി പുഞ്ചിരിയോടെ തുടർന്നു. അവന് നിർബന്ധമാണെങ്കിൽ എടുത്തോട്ടടാ. ഈ സുന്ദരമായ ഗ്രാമത്തിൽ കാർത്തിക്കൊരു വീടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ? ആൻ്റണി ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ണി അവനെ കനപ്പിച്ചൊന്ന് നോക്കി. താൻ ദേഷ്യപ്പെടല്ലേടോ. നൈസായിട്ട് വളയ്ക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ മാത്രം. ആൻ്റണി പൊട്ടിച്ചിരിച്ചു. ആൻ്റണി, വേണ്ടാട്ടോ. ഒന്നാമതേ ഇത് പരിചയമുള്ള നാടല്ല. ഗ്രാമീണരെന്ന് പറഞ്ഞാൽ മനസ്സിൽ ശുദ്ധിയുള്ളവരായിരിക്കും. സ്ത്രീകളൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്നവർ. നിൻ്റെ സ്വഭാവത്തിനൊരു കടിഞ്ഞാണിടുന്നത് നല്ലതാണ് ആൻ്റണി. ഉണ്ണി അവന് താക്കീത് നൽകിക്കൊണ്ട് പറഞ്ഞു.
റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായ ശേഷം ആൻ്റണിയും ഉണ്ണിയും പുറത്തു പോയി ഭക്ഷണം കഴിച്ചു. അതിനും ശേഷമാണ് അവർ രണ്ടുപേരും കൂടി വർഗീസിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടത്. ഇതേ സമയം വർഗീസ് രാഗിണി തമ്പുരാട്ടിയുടെ അടുത്തായിരുന്നു. തമ്പുരാട്ടി, അവരിന്ന് വരുമെന്ന് പറഞ്ഞാൽ പോയത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും മോശം അഭിപ്രായം പറഞ്ഞ് അവർ വരാതിരിക്കുമെന്ന എൻ്റെ പേടി, വർഗീസ് എളിമയോടെ തമ്പുരാട്ടിയോട് പറഞ്ഞു. എൻ്റെ വർഗീസേ, ഈ വയസ്സുകാലത്ത് ഇനിയിപ്പോൾ ആ മന എനിക്ക് എന്തിനാടോ? അത്രയും പറമ്പുണ്ടായിട്ട് ഒരു തേങ്ങ പോലും എനിക്ക് ഉപകാരത്തിന് കിട്ടുന്നില്ലല്ലോ. വലിയ തമ്പുരാട്ടിയായിട്ട് എന്താ കാര്യം? അരപ്പട്ടിണിയിലല്ലേ ഞാൻ കഴിയുന്നത്? ശേഖർ ഈ വയസ്സാം കാലത്ത് പോലും എന്നെ ഒന്ന് കാണാൻ ഇവിടേക്ക് വരുന്നില്ലല്ലോ. ഈ മനയൊന്ന് വിറ്റ് കിട്ടിയാൽ എനിക്കും കൂടി ശേഖറിൻ്റെ അടുത്തേക്ക് പോവാമായിരുന്നു. രാഗിണി ദീർഘമായൊന്ന് നിശ്വസിച്ചു. വർഗീസിൻ്റെ ഉള്ളിൽ ദേഷ്യം എരിഞ്ഞു കത്തി. ശേഖറിൻ്റെ പേര് കേട്ടതും അയാൾ പല്ല് ഞെരിച്ചു. ശരിയാ തമ്പുരാട്ടി, ഇല്ലം കൂടി വിറ്റാൽ നിങ്ങൾക്ക് ഈ നാടുമായുള്ള ബന്ധം ഉപേക്ഷിക്കാം. പിന്നെ മകൻ്റെ അടുത്തേക്ക് പോവാമല്ലോ. പിന്നീട് തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അയാൾ തമ്പുരാട്ടിയെ സമാധാനിപ്പിച്ചു. വർഗീസ് തന്നെ സമാധാനിപ്പിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ അഗ്നി എരിയുന്നത് തമ്പുരാട്ടി കണ്ടില്ല. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വർഗീസിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. മറുതലക്കൽ ഫോണിൽ ഉണ്ണിയായിരുന്നു സംസാരിച്ചത്. ആ ഉണ്ണിമേനോൻ, വന്നോളൂ, ഞാൻ തമ്പുരാട്ടിയുടെ അടുത്തുണ്ട്. ഇപ്പോൾ തന്നെ മനയിലേക്ക് എത്താം. നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളൂ. അത്രയും പറഞ്ഞ് വർഗീസ് ഫോൺ കട്ട് ചെയ്തു. തമ്പുരാട്ടി, അയാളാണ് വിളിച്ചത്, ഉണ്ണി. ചെന്നൈയിൽ നിന്ന് ഇന്ന് വേറെ ആരോ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. അവർക്ക് ഇല്ലം കാണാൻ ആഗ്രഹമുണ്ട്. അവർ ഇല്ലത്തേക്ക് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? രാഗിണി തമ്പുരാട്ടിയോട് യാത്ര പറഞ്ഞ് വർഗീസ് റോഡിലേക്കിറങ്ങി. അയാളുടെ വണ്ടി ഇല്ലം ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. ഈറ്റുമന ഇല്ലത്തിന് മുൻപിലെത്തിയ ഉണ്ണിയും ആൻ്റണിയും കാറിൽ നിന്നും പുറത്തിറങ്ങി. അയാൾ വന്നില്ലല്ലോ. ആൻ്റണി ഒരു സിഗരറ്റ് എടുത്ത് തീ കൊളുത്തി. ഇപ്പോൾ വരും ആൻ്റണി, ഞാൻ വിളിച്ചിരുന്നു. അയാൾ രാഗിണി തമ്പുരാട്ടിയുടെ അടുത്താണെന്നാണ് പറഞ്ഞത്. ഉണ്ണി ദൂരത്തേക്ക് കണ്ണും നട്ട് മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും വർഗീസിൻ്റെ കാർ അവർക്കടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ദൂരെ നിന്നേ തന്നെ ഉണ്ണിയെയും ആൻ്റണിയെയും കണ്ട വർഗീസിൻ്റെ മനസ്സിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി. യക്ഷിക്കഥ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇവർ വീണ്ടും വന്നിരിക്കുകയാണ്. അയാളുടെ ഉള്ളിൽ ദേഷ്യമായിരുന്നു. എന്നാൽ അവർ മൂവരും അറിയാതെ ഈറ്റുമനയുടെ അകത്തു നിന്നും അവർക്ക് നേരെ നീളുന്ന രണ്ട് സുന്ദരമായ കണ്ണുകൾ അവരാരും കണ്ടില്ല. ഈറ്റുമനയിലെ യക്ഷി കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.